നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്വാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്വാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ബഹുമാനപ്പെട്ട വൈദികരെ, മക്കാഫിൻ്റെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മക്കാഫ് എന്ന നമ്മുടെ ഈ വലിയ കൂട്ടായ്മയുടെ 37-ാം വാർഷികം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളും. ഇന്നത്തെ ഈ ദിവ്യബലിയിൽ നമുക്ക് നമ്മുടെ മക്കാഫ് എന്ന വലിയ കൂട്ടായ്മയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും മാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഘോഷങ്ങൾ ഈ മക്കാഫിൻ്റെ കൂട്ടായ്മയിൽ വളരുവാനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന്
നമ്മുടെ പാപങ്ങൾ നമുക്കേറ്റ് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. ആമേൻ. സർവൈകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ആത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങൾ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിപാലനത്തിൽ പാപരഹിതമായ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ മഹത്വത്തിൻ്റെ വലിയ അടയാളത്തിന് കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവല്ലോ. എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി സ്വർഗീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധ പതിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള അർഹത കാരുണ്യപുരം ഞങ്ങൾക്ക് തന്നരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന യൂതിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 13-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതമായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രു നേതാവിനെ തകർക്കാൻ വിധം നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ സമർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയായി ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളെ പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ദൈവം ഉദ്ഘോഷിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പുവിളികളും നഗരമാകെ ആഹ്ലാദ ധ്വനികളാൽ മുഴങ്ങുകയും ചെയ്തു. കർത്താവിൻ്റെ വചനമാണ് നമ്മൾ ശ്രവിച്ചത്. ദൈവത്തിന് നന്ദി. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തെടുകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ. നിർമ്മലമായൊരു
നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 17 വരെയും 26-ാമത്തെ വാക്യം. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്നു മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹാലേലുയ, ഹാലേലുയ. പരിശുദ്ധ മറിയം സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. ഹാലേലുയ, ഹാലേലുയ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയാ, 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 സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1, തിരുവചനങ്ങൾ 46 മുതൽ 56 വരെ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി.
സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ സന്തതിയോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളും അഹമ്മദാബാദ് മലയാളി സമൂഹത്തിൻ്റെ സ്നേഹസംഗമത്തിൻ്റെ ഒന്നിച്ചുകൂടലിൻ്റെ വാർഷികവും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യദിനവും സംയുക്തമായി ആഘോഷിക്കുമ്പോൾ സന്തോഷം നിറഞ്ഞ ഈ പരിശുദ്ധമായ ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ തിരുനാളുകളുടെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ വ്യക്തിജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, മോചനത്തിൻ്റെ, രക്ഷയിലേക്കുള്ള തിരുനാളിൻ്റെ അനുസ്മരണമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കറിയാം. എപ്പോഴും മാറ്റിവെക്കപ്പെട്ടപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴും ഒറ്റപ്പെടലുകൾ ഒറ്റപ്പെടുവാനുള്ളതല്ലെന്നും മാറ്റിവെക്കപ്പെടലുകൾ മാറ്റിവെക്കപ്പെടുവാനുള്ളതല്ലെന്നുമുള്ള വിശ്വാസം ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ അമ്മയാകുവാൻ അനുവാദം ചോദിച്ചപ്പോൾ യാതൊരു സംശയവുമില്ലാതെ ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ, നാളെയുടെ ജീവിതം എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ സമ്മതം പറയുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, നിൻ്റെ തിരുവിഷ്ടം എന്നിൽ നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അന്ന് മുതൽ സഹനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കൂടെ നിൽക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. അവസാനം തൻ്റെ ഓമന മകൻ ഗാഗുൽത്താമലയുടെ തിരുമാറിൽ ഒറ്റപ്പെട്ടവനായി, എല്ലാവരും പരിത്യക്തനായി ക്രൂശിക്കപ്പെടുമ്പോൾ, നഗ്നനായി മരിക്കുമ്പോൾ ആ അമ്മ ആ കുരിശിൻ്റെ കീഴെ നിന്നിരുന്നു. ഒറ്റ വിശ്വാസത്തിൽ ദൈവദൂതൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ അരുളപ്പാട്, സ്വർഗത്തിൻ്റെ സന്ദേശം ഒരിക്കലും വൃഥാവിലാവില്ല. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, ദൈവം പറഞ്ഞ വാക്കുകൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, യുഗയുഗാന്തങ്ങൾ നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ മക്കാഫിൻ്റെ സ്നേഹസംഗമം 36 വർഷങ്ങൾ പിന്നിട്ട് ഇന്ന് നമ്മൾ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, പ്രത്യേകമായ രീതിയിൽ നമ്മുടെ സ്നേഹസംഗമത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരിക കഴിഞ്ഞു പോയ 36 വർഷങ്ങളിൽ ദൈവം നമ്മളെ ഒന്നിപ്പിച്ച് മുമ്പോട്ട് നടത്തിയ സ്നേഹത്തിൻ്റെയും ഒന്നുചേരലിൻ്റെയും ഓർമ്മകളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കോവിഡ് എന്നുള്ള മഹാമാരിയിൽപ്പെട്ട് പരസ്പരം അകന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ദൈവം നമുക്ക് ഈ ആഘോഷത്തിൻ്റെ സമയത്ത് വലിയൊരു സന്ദേശം നൽകുന്നു. അതിതാണ്, ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലും ഒറ്റപ്പെടലുകളൊന്നും ഒറ്റപ്പെടുവാനുള്ളതല്ലെന്നും, ആരൊക്കെ മാറ്റിവെച്ചാലും മാറ്റിവെക്കപ്പെടുവാനുള്ളതല്ല മനുഷ്യൻ്റെ ജീവിതമെന്നുള്ള വലിയൊരു സത്യം ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് മഹാമാരിയിൽപ്പെട്ട് ഒത്തിരി പേര് ഒറ്റപ്പെട്ടു പോയി. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ക്വാറന്റൈനിൽപ്പെട്ട് സാമൂഹിക അകലം പാലിച്ച് ഒറ്റപ്പെട്ടു. പലരെയും സമൂഹം മാറ്റി നിർത്തി. വിധി വൈപീര്യമെന്ന് പറയട്ടെ, അവരെ മാറോട് ചേർക്കുവാൻ താല്പര്യമുണ്ടായിട്ട് പോലും അവരെ മാറോട് ചേർക്കുവാൻ സാധിക്കാതെ പോയ ഒരു ജീവിത സാഹചര്യം നിൽക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, പരിശുദ്ധ അമ്മയെപ്പോലെ, അല്ലെങ്കിൽ എമ്മൗസിലേക്ക് യാത്രയിൽ കൂടുന്ന ശിഷ്യന്മാർ തന്നെ മനസ്സിലാക്കാതെ പോയപ്പോൾ യേശുവിനറിയാമായിരുന്നു എന്നെങ്കിലും സത്യം പുറത്തു വരികയും താൻ ആരാണെന്ന് ലോകമറിയുകയും ചെയ്യുമെന്ന്. വിശ്വാസിയുടെ ജീവിതം ഇതാണ്. സ്നേഹമുള്ളവരെ, ഏതൊക്കെ ജീവിത സാഹചര്യത്തിൽ പെട്ടുപോയാലും, ആരെല്ലാം നമ്മെ മാറ്റി നിർത്തിയാലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. നമ്മൾ ജീവിത യാത്ര ചെയ്യുന്നത് സ്വർഗത്തെ ലക്ഷ്യമായിട്ടുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ മരണം എന്ന് കടന്നു വന്നാലും പൗലോസ് പറഞ്ഞതുപോലെ മരണം നിത്യരക്ഷയിലേക്കുള്ള വാതായനമാണ്. അത് ഏത് രീതിയിലുള്ള മരണമായി ആയിക്കൊള്ളട്ടെ, മരണം എന്ന് വന്നാലും മരണം നാളെ വന്നാലും പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുക. അതുകൊണ്ട്
ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു തിരുനാൾ നമ്മൾ നമ്മുടെ വീടുകളിലിരുന്ന് ഓൺലൈനിൽ കൂടി ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ വിശ്വാസത്തോടുകൂടി, ആ പ്രത്യാശയോടുകൂടി എല്ലാ സാഹചര്യങ്ങളിലും സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പതനത്തിൻ്റെയും ഒറ്റപ്പെടലിലെ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. പരിശുദ്ധ അമ്മയെപ്പോലെ വിജയത്തിൻ്റെ ആ സ്വർഗാരോഹണം നമ്മുടെ ജീവിതത്തിലും കടന്നു വരട്ടെ. മരണത്തിനു ശേഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഏറ്റവും പ്രതീക്ഷയുള്ളവരായി, നിരാശയില്ലാതെ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതയാത്ര തുടരാം. സ്നേഹമുള്ള അഹമ്മദാബാദിലെ മലയാളി സംഗമത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹ സന്ദേശത്തിൻ്റെ മഹത്വം, ഈ സ്വർഗാരോഹണം നൽകുന്ന സന്ദേശം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ പിതാവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്നും മൂന്നാം ദിവസം ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കാരുണ്യവാനായ കർത്താവേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്കും എല്ലാ മെത്രാന്മാർക്കും സന്യസ്തർക്കും വൈദികർക്കും ആത്മീയ ഉണർവും ശാരീരികവും മാനസികവുമായ സൗഖ്യവും നൽകി തിരുസഭയെ വിശ്വാസ ചൈതന്യത്താൽ നയിക്കാൻ വേണ്ട ഉണർവും ഉന്മേഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, കോവിഡ്-19 എന്ന മഹാമാരി വഴിയും പ്രകൃതി ദുരന്തങ്ങൾ വഴിയും ഭയത്തിലും വേദനയിലും ജീവിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാവരെയും ഈ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും രോഗികളെ അങ്ങേ കരസ്പർശനത്താൽ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കരുണാമയനായ നല്ല ദൈവമേ, ഡോക്ടർമാരെയും നഴ്സുമാരെയും ശുശ്രൂഷ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും നൽകി സ്നേഹത്തിലും കരുണയിലും രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ട സേവന മനോഭാവവും കൃപയും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ കഴിയാത്തൊരവസ്ഥയാണല്ലോ ഇന്ന് സംജാതമായിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അറിവും വരങ്ങളും കൃപകളും ദാരങ്ങളും നൽകി അവരെ പ്രബുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ,
വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ച സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനും വേണ്ട അറിവും ശക്തിയും വിവേകവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ ചൈതന്യത്താൽ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നല്ല ദൈവമേ, മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്കും മക്കളുടെ സ്നേഹം മാതാപിതാക്കൾക്കും പരസ്പരം ലഭിക്കുകയും വൃദ്ധാവസ്ഥയിൽ മാതാപിതാക്കളെ മരണം വരെ സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഉള്ള അനുഗ്രഹം മക്കൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ മാതൃസംഘടനയായ മക്കാഫ് ഇന്ന് 37-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. ഈ സംഘടനയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിലെ എല്ലാ അംഗങ്ങളെയും സ്നേഹത്തിലും സാഹോദര്യത്തിലും സമൃദ്ധിയിലും അങ്ങയുടെ സംരക്ഷണത്തിലും ഒരുമയോടെ ജീവിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്നും ഇതിൻ്റെ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ആശീർവദിക്കുകയും ഈ സംഘടന അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നേതൃത്വ പാഠവം നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും ആർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെയും ഓർത്തുകൊണ്ട് നാം ഇപ്പോൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുയരുന്നതായ ഈ പ്രാർത്ഥനകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രയാഗം. കൈകളിലിത്തിരി പൂക്കളുമായി കരളിൽ ഒത്തിരി കണ്ണീരുമായി ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? നൽകിയ ബലി പോലെ ഞങ്ങളും ആത്മാവുദാനമായി നൽകുമല്ലോ. ആബേൽ നൽകിയ ബലി പോലെ ഞങ്ങളും ആത്മാവുദാനമായി നൽകുമല്ലോ. കനിവോടെ കൈക്കൊള്ളു വരമിന്നു നൽകിടു. കഥനങ്ങളൊഴിഞ്ഞിടാൻ കൃപയേകിടു. കൈകളിലിത്തിരി പൂക്കളുമായി കരളിൽ ഒത്തിരി കണ്ണീരുമായി
ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും മുഴുവനും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആദരണത്തിൻ്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരോപിതിയായ ഏറ്റവും പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിച്ച് അങ്ങേ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താ മാമല വേദിയിൽ മാനുഷ്യഭാവങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് ഏറിടുമീ ജനം ആർദ്രഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരുത് ഉദ്ഘോഷിക്കുന്നു. നിൻവരവൊന്നിന് പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പു. ആകയാൽ ആമോദവായ്പോടുവാഴുവാൻ സ്വർഗീയ ഗായകർ മലഖമാർ ദിവ്യ പ്രതാപവാൻ അങ്ങേക്ക് നിത്യവും സന്തതം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു. താതനേ
പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അങ്ങേ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ രത്നസ്വാമി മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച എല്ലാ അങ്ങേ ദാസരെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി ചേർന്ന അവരെല്ലാം അങ്ങയുടെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു
വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട്
പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ തിരുനാളിൽ വിസ്മരണീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിൻ്റെ സമാധാനത്തിൽ നമുക്ക് പോകാം. ദൈവത്തിന് നന്ദി. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യാ, ധന്യാ സർവവന്യാ, മേരി ലോകമാതാ. ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് തോമസ് മെക്വാൻ, ആർച്ച് ബിഷപ്പ് ഓഫ് ഗാന്ധിനഗർ ആർച്ച് ഡയസിസ്, ബിഷപ്പ് രത്നസ്വാമി, ബിഷപ്പ് ഓഫ് അഹമ്മദാബാദ് ഡയസിസ്, ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി, ബിഷപ്പ് ഓഫ് കൊല്ലം ഡയസിസ്, ബിഷപ്പ് ജോസ് ചിത്തുപറമ്പിൽ, ബിഷപ്പ് ഓഫ് രാജ്കോട്ട് എപ്പാർക്കി, ഫാദർ കുര്യച്ചൻ പോൾ, സ്പിരിച്വൽ ഡയറക്ടർ ഓഫ് മക്കാഫ്, മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട മക്കാഫ് കുടുംബാംഗങ്ങളെ, മക്കാഫിൻ്റെ 37-ാം വാർഷികം ആണല്ലോ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. Let me welcome you all to this virtual celebration of Makaf's 37th Annual Day 2020. Even the feast of Assumption of our Blessed Virgin Mary and the 74th Independence Day of our country, India. Indeed, a tri-celebration. Makaf, Malayali Catholics of Ahmedabad and Gandhinagar, Diocese of Gujarat,
let me proudly say that we stand united with all the three rites under the same umbrella and banner. MACAF has a rich tradition of celebrating various occasions, taking care of the fellow beings, be it our spiritual growth, talents, family enrichment programs, children's programs, youth development activities, senior citizens programs, etc. We take care of our people both in good times and in not so good times. It gives me immense pleasure to warmly welcome you all to this virtual online program. Do stay connected with us for the entire celebrations with the Holy Mass in Latin, then our MACAF civic celebrations, followed by Reverend Father Anthony Mailadil meritorious award announcements and various rotating shield announcements. I am aware many of our members have rendered a helping hand to MACAF in response to the various calls and appeal. I want to thank you for their outrageous support in all our endeavors. ദൈവത്തിൻ്റെ ഇടപെടൽ സകല കാര്യങ്ങളും സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഫലം ദൈവം തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട്. അടുത്ത വർഷം മക്കാഫിൻ്റെ 38-ാം വാർഷികം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് വാർഷിക ദിനമായ ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി ഏറെ സന്തോഷത്തോടുകൂടെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്നത്. ശാരീരികമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാൻ സാധ്യമല്ലെങ്കിലും ഈ വിധത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ഈ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ കത്തോലിക്ക തിരുസഭയുടെ ഐക്യത്തെ ഊട്ടി വളർത്തുന്ന ഒരു സംരംഭമാണ് നിങ്ങൾ അംഗങ്ങളായി പ്രവർത്തിക്കുന്നത് എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏറെ പ്രത്യേകിച്ചും കേരളത്തിലെ 3 റീത്തുകളിൽപ്പെട്ട അംഗങ്ങളും ഒന്നു ചേർന്ന് ഓരോ വർഷവും നമ്മുടെ അമ്മയും ഭാരതത്തിൻ്റെ രാജ്ഞിയുമായ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെയും ഈ മാതൃരാജ്യത്തു നിന്ന് സ്വർഗരാജ്യത്തേക്ക് ഉന്നം വെച്ച് പോകുന്നവരാണെന്നും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം തേടുന്നവരാണെന്നും നാം അനുസ്മരിക്കുന്നു. ജാതിമത ഭേദമന്യേ സ്നേഹത്തോടെ ജീവിക്കേണ്ട ഒരു സമൂഹമാണ് ഭാരതമെന്ന ബോധ്യത്തോടെ മലയാളികളായ നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നവരാണെന്നും ആചാരരീതികളെ ഉൾക്കൊള്ളുന്നവരാണെന്നും കാണിച്ചു കൊടുത്തുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നാം പകരുന്നവരായിത്തീരുന്നു. അതുതന്നെയാണല്ലോ ഈ സംഘടനയുടെ കുടുംബം ലക്ഷ്യം വെച്ചുകൊണ്ടും സമൂഹം ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ. വളരെ ശ്ലാഘനീയമായ പ്രവൃത്തികളാണ് നിങ്ങൾ ഗുജറാത്തിൽ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ തരുണത്തിൽ നിങ്ങളോടൊപ്പം ഈ ആഘോഷത്തിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാനും നമ്മുടെ സഹോദരർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകരുന്ന വക്താക്കളായി തീരുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും
നിറയുവാനും നമ്മുടെ മക്കൾക്കും നമുക്ക് ലഭിച്ച വിശ്വാസ പൈതൃകം സ്നേഹത്തോടെ പകരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളേവരെയും കർത്താവായ യേശുവിൻ്റെ കൃപയിലും സമാധാനത്തിലും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. Dear George Fernandez and all the members of MACAF, every year on the 15th of August, without fail, I have met you. This year, because of coronavirus, I'm meeting you through this little video. First of all, I want to appreciate all the wonderful works you all have been doing. Wonderful work through MACAF. Serving the poor, serving the community, being faithful to the church, supporting the church in all situations. A great service to the church. And we appreciate, we thank you for all this that you have been doing. My dear friends, as MACAF, you all are growing old in ages. In your age, you are adding every year one by one. I remember when we celebrated the Silver Jubilee and now we have crossed even beyond 30. So it shows that it is God's plan that you remain together. Otherwise it would have not started, it would have not remained for so many years. Remain united, support one another, care for one another, respect one another, and let MACAF go further. But always Jesus Christ should be the center of MACAF. It is in His name that you come together. And whatever He did, whatever you as MACAFians you all can do, would be very good for the works of evangelization. You all are fortunate because you all received Christ through St. Thomas the Apostles. 20 centuries back, you all received this great gift of Jesus. You all are their sons and daughters. It is your responsibility to come forward, no doubt. Many fathers and sisters and brothers joined in congregations in the northern part of the country and other parts also. And they began sharing the kingdom of God with them. And so a tremendous work has been done by the Christians who were first touched by St. Thomas the Apostle. Not only in India, but all over the world. Many new dioceses have come up, and each diocese is doing wonderful work. For example, we have in Gujarat, we have Rajkot diocese. So much of good work is being done. Every taluko has our presence through our schools, maybe Gujarati medium, English medium, boardings, a church, a rectory. There are also the sisters, and all praying together for the greater glory of God. But this is done by the fathers and sisters. When Jesus told His apostles, go out and proclaim the good news, He said, go and proclaim to all creation. Go and baptize them in the name of the Father and the Son and the Holy Spirit. He said, go and teach them whatever I have taught you. And remember, I'll be with you. So this is a major call, not only to the fathers and sisters, but this call is for every Christian. Whoever is baptized has been called. You are older Christians, 2,000 years old Christians. If you go back to your generations, it was St. Thomas who gave you the faith. And so, you are not placed in Gujarat by yourself. It is not an accident that you are here. It is God's plan. He has sent you here. And so, with all that MACAF is doing, you also should plan, how are we going to proclaim the gospel to the brothers and sisters of other faith? We have, again, I mentioned Rajkot Diocese, they have the cathedral in the form of a temple, inculturation. They have their prayer services in Gujarati. There are no non-Malayalis in that group.
They have everything in Gujarati, the hymn sung in Gujarati, the mass celebrated in Gujarati. Why? This is the need. You have to mingle into the crowd over here, into the culture of the place, learn the language, mix with them, work with them hand in hand, and know their traditions and their celebrations. And when we do this, they begin to feel one with us, and then a conducive atmosphere is created to proclaim the gospel. Do not think about your needs. God will always provide. He will always give whatever is needed at the right time, at the right place, and whatever is needed, He will definitely provide. And so, working is one thing. You came to receive something for yourself and for your family, but we have to give much more to God, who takes care of us every day. Every day He gives us as a gift. And so, my dear Macafians, when you celebrate this annual day function, my appeal and urge to you is, when you all take up your agenda for the coming year, I would say that, how are we going to proclaim Christ in this state of Gujarat? My good wishes for your annual day. I pray that you always remain united in love, in service, sharing one another's life, helping one another, and that you go ahead glorifying God, glorifying the church. Thank you, and God bless you. Dear members of the Makaf family, I am very happy to know that on August 15th, Malayali Catholic Fellowship is celebrating its 37th annual day. It is also on this day, August 15th, we are celebrating the feast of the Assumption of our Blessed Mother and the independence of our motherland. So it is a threefold celebration. The celebration of the Feast of Assumption, the Independence Day, as well as the annual day of Makaf. So first of all, I wish all of you the joy and happiness of these great celebrations. On this auspicious day when you celebrate the annual day, let us recall the spirit and unity which Makaf has brought forward all throughout these 37 years. Makaf is an organization formed by Malayali Catholics 37 years ago for the welfare of the Malayali Catholics as well as for the general public. True to its spirit, it has done all these 37 years. It worked for the welfare of the Malayali Catholics and also for the welfare of the people at large. I congratulate all the members of Makaf for the wonderful work that you are doing for the Malayali Catholics and the general public. As this organization consists the members of all the three rites, let you keep up this unity among yourselves, showing that we are truly Catholic, in which all the members find its place. Let God help you to continue all the good work that you are doing for uniting the Malayali Catholics as well as working for the welfare of all the people. So while congratulating you, I wish you and pray for God's abundant blessings on you so that you may continue the good work that you are doing for all the Malayali Catholics as well as the others at large.
May God bless each and every one of us. Thank you, Bishop Jose Chittu Parambil, Bishop of Rajkot. Annual report. My dear Macaffians, another year passed by. We are in the 37th year now. It's time to take stock of our performance in the year that has gone by. A detailed annual report for the year 2019-20 has been included in the annual fellowship newsletter released today. It doesn't have to be therefore exhaustive here. I will therefore present only a bird's eye view of the main activities. The Macaf year, as usual, began with our 36th annual day held on 15th August 2019. It was celebrated with a holy mass, followed by civic meet and cultural programs presented by Macaffians. We were privileged to have with us the Most Reverend Samuel Mar Irenaeus, Bishop of Siro-Malangara Catholic Diocese of Pathanamthitta, Mr. Justice Kurian Joseph, and social activist Dayabai on the annual day program. The next event that followed in the Macaf calendar was the death anniversary of Father Anthony Mailadil, the first spiritual director of Macaf, which fell on 25th October. Special prayers were offered at the cemetery and holy masses were offered in various parishes of our church in Ahmedabad. The year witnessed the canonization of Saint Mariam Teresa. It was Macaf that took the initiative to have the event appropriately celebrated in our deanery. Children's Day celebration was held in November with a drawing competition for Macaf children. Like every year, Macaf joined the deanery in celebrating the feast of Christ the King and participated in the public procession. The senior citizens meet was held in the month of January. The session was conducted by Father Binoy Alapat. On this day, we released Macaf wall calendar for the year 2020. In the month of March, we successfully conducted a 2-day annual retreat. It was the time the scare of COVID-19 began, and in the pandemic that followed, Macaf joined hands with the Eye Care project of Ahmedabad Municipal Corporation and supplied face masks and promoted its use in public spaces to contain the spread of virus in our society. A counseling cell was trained and set up to provide guidance to those affected by the pandemic. In addition to these initiatives, Macaf also distributed food kits to the people in need during the COVID-19 lockdown period. Macaf Cooperative Credit Society continued to write its success story the last year too. Macaf congratulate its board of directors and shareholders for making the society such a grand success. Macaf's mobile mortuary project under the banner of Macaf Death Benevolent Fund continued to provide its services last year too. This service was extended to all those in need without any community consideration. All claims received under Death Benevolent Fund were disbursed during this period. Last year, a number of loving members left us for eternity. Macaf remember their love for our fellowship and pray that their souls may rest in eternal peace. A word of thanks. Special thanks to one and all for supporting this fellowship last year with your prayers, participation, and monetary contributions. None of the above activities would have been possible without you. Macaf acknowledges with gratitude the support, love, care, and patronage it has received from His Grace Thomas Makwan, the Archbishop of Gandhinagar, His Lordship Raktaswamy, Bishop of Ahmedabad, Father Durai Fernando, Jesuit Provincial of Gujarat Province, Father Kuriachan Paul, Father Jose Panadan, Father Binoy Alapat, Father Binu George, to name a few,
and all other priests and sisters. A special thanks to the President, Executive Committee and Managing Committee members and past office bearers for their selfless support. Let's grow as one strong community in the service of the Lord under the unifying umbrella of MACAF. Thank you and God bless us all. Dear office bearers and members of MACAF, praise the Lord. August 15th is a day of celebration for every citizen of India because on that day we celebrate our independence, our liberation from the British colonizers. August 15th is a double celebration for every Indian Catholic because we celebrate the Assumption of Mary, our Mother. Assumption is the total liberation of body, mind and spirit from all the bondages of the world. The Assumption of Mary, our Mother, is a guarantee to all of us that one day we also will experience the total liberation that she experiences. It is apt that MACAF has chosen August 15th to celebrate its annual day. Every year, MACAF celebrates its annual day in a very, very grand way. But this year, the celebration is going to be different. The reason is clear. The reason is the lockdown necessitated by COVID-19. However, nothing in the world can stop MACAF from celebrating its annual day, though the celebration is going to be different this year. I wish all the office bearers and members of MACAF a very meaningful annual day celebration. May we all strive to experience the total liberation of our body, mind and spirit, following the example of Mary, our Mother. May Mary, our Mother, intercede for all of us. A very, very wonderful MACAF Annual Day celebration. God bless you all.
സ്നേഹബഹുമാന്യരായ പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, മക്കാഫിലെ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ മക്കാഫ് കുടുംബാംഗങ്ങളെ, നാം ഇന്ന് വളരെയേറെ പരിധികളോടും കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കാഫിൻ്റെ 37ാമത് വാർഷികാഘോഷവും പരിമിതികളോടുകൂടി തന്നെ, എന്നാൽ ഔപചാരികവും ഔന്നത്യത്തോടും കൂടി തന്നെ നാം ആഘോഷിച്ചിരിക്കുന്നു. ആദ്യമായി ഈ സുദിനത്തിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. ഇന്നത്തെ ദീപബലിയിൽ മുഖ്യ കാർമ്മികനാകേണ്ട റൈറ്റ് റവറൻഡ് പോൾ ആൻ്റണി മുല്ലശ്ശേരി കൊല്ലം ബിഷപ്പിനും, റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസ് ചിറ്റിലപ്പറമ്പിൽ CMA രാജ്കോട്ട് ബിഷപ്പിനും, നമ്മുടെ കൂട്ടായ്മയുടെ രക്ഷാധികാരികളായ മോസ്റ്റ് റവറൻഡ് തോമസ് മക്വാൻ ആർച്ച് ബിഷപ്പിനും, റൈറ്റ് റവറൻഡ് രത്നസ്വാമി പിതാവിനും, ഇന്നത്തെ ദീപബലിയിലെ മുഖ്യ കാർമ്മികനും നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടറുമായ ഫാദർ കുര്യാച്ചൻ പോളിനും, വചന സന്ദേശം നൽകിയ ഫാദർ ബിനു ജോർജിനും, സഹകർമ്മികരായ ഫാദർ ജോസ് പാനാടൻ SJ, ഫാദർ KP വിൻസെൻ്റ് SJ, ഫാദർ ജിൻസൺ ജോസഫ് CMF, ഇന്നേ ദിവസം വിവിധ സ്ഥലങ്ങളിലായി നമുക്കായി ദീപബലി അർപ്പിക്കുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്ത എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദീപബലിയിലെ ഗാനശുശ്രൂഷ ചെയ്ത് സഹായിച്ച ഗായക സംഘത്തിനും അതിനുവേണ്ടി നേതൃത്വം നൽകിയ ശ്രീ എബിയർ റോഡ്രിക്സിനും പ്രത്യേകം നന്ദി. പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യാൻ നമ്മെ സഹായിച്ച സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് അധികാരികൾ, ഗുർജർവാണി കമ്മ്യൂണിറ്റി, പ്രത്യേകം ഫാദർ ഷാജി ജേക്കബ് SJ, ഫാദർ ദേവസ്യ SJ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്തു തന്ന ശ്രീ ബ്ലഷൻ ദേവസ്യ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ഫെലോഷിപ്പിന് വേണ്ട സന്ദേശങ്ങളും ആർട്ടിക്കിളുകളും തന്ന വ്യക്തികൾ, അഡ്വർടൈസ്മെൻറ്റുകൾ തന്ന് സഹായിച്ച സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കും നന്ദി. ഫെലോഷിപ്പ് ചീഫ് എഡിറ്റർ ശ്രീ ജോ പാലത്തിങ്കൽ, എഡിറ്റോറിയൽ ബോർഡ് മെമ്പേഴ്സ്, ഡിസൈൻ വർക്കുകൾ ചെയ്തു തന്ന ശ്രീ റോയ് ചിറമേൽ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. വിവിധ അവാർഡുകൾ സ്പോൺസർ ചെയ്ത വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നത്തെ ഉച്ചഭക്ഷണം മദർ തെരേസ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ അത് സന്തോഷത്തോടെ സ്പോൺസർ ചെയ്ത ശ്രീ ആൻ്റണി സേവ്യറിനും കുടുംബാംഗത്തിനും സ്നേഹത്തോടെ നന്ദി. വൈവിധ്യമാർന്ന അനുഭവക്കരുത്തുമായി ജൂബിലിയിലേക്ക് മുന്നേറുന്ന മക്കാഫിലെ എൻ്റെ സഹപ്രവർത്തകരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനും മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനും മക്കാഫ് കുടുംബത്തിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മക്കാഫ് ജന്മദിനത്തിൻ്റെയും ആശംസകളും അനുമോദനങ്ങളും ഏവർക്കും നന്ദി. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।